വീണ്ടും ജനനവും പരിശുദ്ധനാക്കുകെന്നെ പഠിപ്പിക്കാതിവാഹിതം പരനെ വഴി നടത്തന്നെ വേഗമേ പരനെ വഴി നടത്തന്നെ ബലഹീനത വരുമ്പോൾ തുണച്ചാശ്വസിപ്പിക്കെന്നെ പരലോകാനന്ദം കാട്ടുക വേഗമേ പരലോകാനന്ദം കാട്ടുക. തലവണക്കി പ്രാർത്ഥിക്കാം. കർത്താവേ, നീ ഞങ്ങളെ കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പുതിയ വർഷത്തിൻ്റെ പ്രഥമ മാസത്തിലെ 2-ാമത്തെ ഞായറാഴ്ചയുടെ ആരാധനയ്ക്കായി ഞങ്ങളെ നീ കൂട്ടിവരുത്തിയതിനായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് നീ സംസാരിക്കണമേ ദൈവമേ. നിൻ്റെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ പിതാവേ. നിൻ്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് വീണ്ടും കർത്താവെ നീ ഞങ്ങളെ ജീവിപ്പിക്കണമേ. ക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഇരിക്കാം. വളരെ അനുഗ്രഹീതമായ ഒരു ആരാധനയുടെ ഭാഗമാകുവാൻ കഴിഞ്ഞതോർത്ത് ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ 2 രാത്രിയിലുള്ള കൺവെൻഷൻ യോഗത്തിലും ഇന്നും സ്നേഹമുള്ള ലോറൻസ് അച്ഛൻ്റെ ആതിഥ്യവും സ്നേഹവും ഞങ്ങളുടേതായിട്ടുള്ള സുഹൃബന്ധവും പുതുക്കുവാനായിട്ടും ഇടവകയുടെ അസോസിയേറ്റായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന 2 പേരുടെയും സാന്നിധ്യവും ശുശ്രൂഷകളും അനുഭവിക്കുവാനും കഴിഞ്ഞതോർത്ത് ദൈവത്തിന് സ്തോത്രം. അവരുടെ പ്രാർത്ഥനകളാണ് ഈ ദേവാലയത്തിൻ്റെ മുമ്പോട്ടുള്ള യാത്രയ്ക്ക് അനുഗ്രഹം എന്ന് നാം വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ കണ്ടത് ഇടവേളയ്ക്ക് ശേഷം ഇങ്ങനെ മാറിയൊക്കെ വരുമ്പോഴും വളരെ നന്നായിട്ട് തന്നെ ഈ ദേവാലയത്തിൻ്റെ പരിസരവും അതിനുള്ളുമൊക്കെ വൃത്തിയായി സൂക്ഷിക്കുന്നു. അതിൻ്റെ കപ്പ്യാർ ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ട മക്കളൊക്കെ എല്ലാവരും ഒരുമിച്ച് ഇതിനെ നീറ്റായിട്ട് സൂക്ഷിക്കുന്നു. നമ്മളെല്ലാവരും നമ്മുടെ പള്ളി എന്ന് ഓൺ ചെയ്യണം. ദിസ് ഈസ് മൈ ചേർച്ച്, എൻ്റെ പള്ളി എന്ന് ഓൺ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ആരും തന്നെ ഈ പുതിയ വർഷത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കേണ്ടവരല്ല. ഒരു കുടുംബവും മറ്റൊരാൾക്ക് വേണ്ടി അവസരം നൽകുന്നു എന്ന് പറഞ്ഞ് ഞാനതിനൊന്നും ഇല്ല എന്ന് ചിന്തിക്കേണ്ടതല്ല. മറിച്ച് എല്ലാവരുടെയും പൂർണ്ണമായ സാന്നിധ്യം ദയവായി ആരാധനയുടെ ശുശ്രൂഷകൾക്ക് ഉണ്ടായിരിക്കണം. ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കൊയറിനെ കുറിച്ച് കഴിഞ്ഞ രാത്രികളിൽ ഈ സ്റ്റുഡൻസ് എല്ലാം അവർ പോയി സ്കൂളിൽ പോയിട്ട് വന്നിട്ടാണെങ്കിലും നന്നായിട്ട് പാടുവാൻ, വേദഭാഗങ്ങൾ വായിക്കുവാൻ, എല്ലാ ഏജിലുള്ളവരെയും കാണുവാൻ, ഓരോ ആരാധനയുടെ ഇടയിലും നടത്തുന്ന പാട്ടുകളൊക്കെ വളരെ ഹൃദയസ്പർശിയായ നന്നായിട്ട് ഒരുങ്ങി പാടുന്നു. ദൈവത്തിന് സ്തോത്രം. അതൊരു മ്യൂസിക്കൽ മിനിസ്ട്രിയാണ്, സംഗീത ശുശ്രൂഷയാണ്. അവരുടെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുക മാത്രമല്ല, നമ്മളെല്ലാവരും അത് പഠിച്ച് പാടുവാൻ അവരുടെ നേതൃത്വത്തിൽ ചെയ്യണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഈ കൺവെൻഷൻ യോഗത്തിൽ ഈ വർഷവും അതിൻ്റെ പ്രഥമ മാസങ്ങളിൽ തന്നെ, ആഴ്ചയിൽ തന്നെ ഒരാത്മീയ ശുശ്രൂഷയോടുകൂടെ നിങ്ങളുടെ യാത്ര ആരംഭിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ 2 രാത്രിയിലും ഞാനത് ഓർമ്മപ്പെടുത്തുകയും ഒത്തിരി നന്ദിയോടുകൂടെ നമ്മളൊക്കെ എന്തൊക്കെ ആയിത്തീർന്നുവെങ്കിലും ഈ ആലയത്തിലെ ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയും ശുശ്രൂഷയുമാണെന്ന് ഞങ്ങൾ ബോധ്യപ്പെടുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം, ശുശ്രൂഷകരെ ഓർത്ത് പ്രാർത്ഥിക്കണം, ഞങ്ങൾ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു നല്ല ബന്ധത്തിൽ സഭ മുമ്പോട്ട് പോകുവാൻ സഹായിക്കട്ടെ. ഇന്നത്തെ പ്രഭാത ആരാധനയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 1 ശമൂവേൽ 1-ാമത്തെ അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൻ്റെ ഒരു 2-ാമത്തെ ഭാഗമാണ്. 1 ശമൂവേൽ ചാപ്റ്റർ 1 വേഴ്സസ് 19 അതിൻ്റെ ബി സെഷനാണ്. ഇങ്ങനെയുള്ളൂ. 1 ശമൂവേൽ 1-ാമത്തെ അധ്യായത്തിൻ്റെ 19-ാം വാക്യം ഒന്ന് വായിച്ചേക്കൂ ആരെങ്കിലും.
1 ശമൂവേൽ 1-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം. തീർന്നില്ലല്ലോ. ഓർത്തു. യഹോവ അവളെ ഓർത്തു. ഗാഡ് റിമെമ്പേർഡ് ഹർ. യഹോവ അവളെ ഓർത്തു. ഒരു സുപരിചിതമായ പശ്ചാത്തലമായത് ഹന എൽക്കാന എന്ന 2 ദമ്പതികളെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. എൽക്കാന എന്ന പുരുഷന് 2 ഭാര്യമാരുണ്ടായിരുന്നു, ഹന എന്നും പെനീന എന്നും. ഹനായ്ക്ക് മക്കളുണ്ടായിരുന്നു, പെനീനയ്ക്ക് മക്കളില്ലായിരുന്നു എന്നും പറഞ്ഞാണ് എന്നർത്ഥ എഴുത്തിലാണ് തുടങ്ങുന്നത്. എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു എന്ന് പറയുമ്പം അത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ പെർമിറ്റ് ചെയ്തിട്ടൊന്നുമില്ല. വിത്ത് സർട്ടൺ കണ്ടീഷനിൽ മാത്രമേ അങ്ങനെ സംഭവിക്കുകയുള്ളൂ. വിവാഹം കഴിഞ്ഞതിന് ശേഷം 10 വർഷം കാത്തിരുന്നിട്ട് 10 വർഷത്തിനകത്ത് തലമുറകളെ ലഭിക്കാതെ പോയാൽ കമ്പൽസറി അല്ല, ഇറ്റ്സ് എ ചോയ്സ്. വേണമെങ്കിൽ ഒരാളെയും കൂടെ വിവാഹം കഴിക്കുന്നതിന് അനുവാദമുണ്ട്. ആ ഒരു സംസ്കാരം അലിഖിതമായ ഒരു സാമൂഹ്യ സംസ്കാരത്തിലാണ് വിവാഹത്തിന് ശേഷം 10 വർഷം പിന്നിടുമ്പോൾ എൽക്കാന എന്ന പുരുഷൻ മറ്റൊരു സ്ത്രീയെ, പെനീന എന്ന സ്ത്രീയെയും കൂടെ വിവാഹം കഴിച്ചത്. ഹന്നയ്ക്ക് പെനീനയ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നയ്ക്കോ മക്കൾ ഇല്ലായിരുന്നു. എന്തുകൊണ്ടാണ് ഹന്നയ്ക്ക് മക്കൾ ഇല്ലാതിരുന്നത്? വൈ ഹന്ന ഹാസ് നോ ചൈൽഡ്? അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ തന്നെ ഇതേ അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടത്. യഹോവയായ ദൈവം അവളുടെ ഗർഭം അടച്ചു. ഗാഡ് ക്ലോസ്ഡ് ഹെർ ഊം. ഇന്ന് നാം വായിച്ചു കേട്ട സറായുടെ സ്റ്റോറി വായിക്കുമ്പോഴും ഹാഗാറിൻ്റെയും സാറയുടെയും സ്റ്റോറി വായിച്ചപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും, യഹോവയായ ദൈവം സറായിയുടെ ഗർഭം അടച്ചു. ഗാഡ് ക്ലോസ്ഡ് ഹെർ ഊം. ദൈവം അവളുടെ ഗർഭപാത്രം അടച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗാഡ് ഷട്ട് ഡൗൺ ഹെർ ഊം എന്ന് പറയുകയാണ്. എന്തുകൊണ്ട്? അതൊരു വല്ലാത്ത ചോദ്യമാണ്. ടെക്സ്റ്റ് മൊത്തവും വായിച്ചു നോക്കിയാലും നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാക്കത്തില്ല. എന്തുകൊണ്ടാണ് യഹോവയായ ദൈവം ഹന്നായുടെ ഗർഭം അടച്ചിരിക്കുന്നത് എന്ന്. വൈ ഗാഡ് ക്ലോസ്ഡ് ഹെർ ഊം ഓർ ഷട്ട് ഡൗൺ ഹെർ ഊം എന്നതിൻ്റെ ഉത്തരം കാണുവാനായിട്ട് കഴിയുകയില്ല. അതിനെയാണ് നമ്മൾ പറയുന്നത് അൺആൻസേർഡ് ക്വസ്റ്റ്യൻസ്. വേദപുസ്തക ചരിത്രത്തിലും നമ്മുടെ ജീവിതത്തിലും ധാരാളം ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ എന്ന് നമ്മൾ പറയും. ചിലരുടെ ജീവിതത്തിൽ, ഒരുപക്ഷെ എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ധാരാളം ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുണ്ട്. എന്താണ് ദൈവമേ ഇങ്ങനെ? എന്തുകൊണ്ടാണ് ദൈവമേ ഇങ്ങനെ? എന്താ ഇതിന് കാരണമെന്ന് അന്വേഷിക്കുമ്പോൾ യാതൊരു കാരണവും പറയാൻ കഴിയാതെ അകാരണമായ സംഭവങ്ങളിലൂടെ ഒരു യാത്ര ചെയ്തു പോകേണ്ടുന്ന ചരിത്രം എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിലുണ്ട്. ബാരൻനെസ് എന്ന് പറയുന്ന വന്ധ്യത എന്ന അനുഭവം എന്തുകൊണ്ടാണ് ദൈവമേ ഹന്നയുടെ ജീവിതത്തിൽ? ഷി വാസ് എൻ ഇന്നസെൻ്റ് വുമൺ. ഒരു സ്ഥലത്ത് പോലും തന്നെ ഇവളെ എന്തെങ്കിലും ദൈവത്തോടുള്ള മറുതലിപ്പ് കൊണ്ടോ ദൈവത്തിൻ്റെ കോപമായിട്ടോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടേ ഇല്ല. ഷി വാസ് പ്യൂർലി ആൻ ഇന്നസെൻ്റ് വുമൺ. ബട്ട് ഗാഡ് ക്ലോസ്ഡ് ഹെർ ഊം. എന്തിനായിരിക്കാം? ഒരു പദ്ധതിക്ക് വേണ്ടി, എന്തെങ്കിലും ഒരു കാര്യത്തിനു വേണ്ടി, ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനം നടക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് ഇന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഈ സയൻസ് റിലിജനും ഞങ്ങൾ പഠിപ്പിക്കുമ്പോൾ പറയും സർട്ടൻ ഏരിയാസിൽ ദ ഗോഡ് ഓഫ് ദ ഗ്യാപ്പ് എന്ന് പറയും. ഇതിനകത്ത് ശാസ്ത്രത്തിനും പറയാൻ കഴിയുന്നില്ല ഇതെന്താണെന്ന്, ഇതിനകത്ത് മനുഷ്യനും പറയാൻ കഴിയുന്നില്ല എന്താണെന്ന്. ആ സ്ഥലത്തെയാണ് നമ്മൾ പറയുന്നത് ഗോഡ് ഓഫ് ദ ഗ്യാപ്പ്.
അതെല്ലാവരും അംഗീകരിക്കുന്നതാണ്. ഗോഡ് ഓഫ് ദ ഗ്യാപ്പ് എന്ന് പറയും. ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾക്കറിഞ്ഞൂടാ, പ്യൂർലി ആൻസൈറ്റിയാണ്, അവ്യക്തതയാണ്. പക്ഷേ നാം പറയുന്നതാണ് ഗോഡ് ഓഫ് ദ ഗ്യാപ്പ്. എത്ര വർഷമായിരുന്നു എന്നറിയാമോ ഹന്ന മക്കളില്ലാതെ ജീവിച്ചത്? 10 വർഷം വെയിറ്റ് ചെയ്തു. 10th ഇയർ ആയപ്പോൾ തന്നെ പറ്റിയില്ല, അൺഫോർച്ചുനേറ്റായിട്ട് മാറി. എൽക്കാന സെക്കൻഡ് മാരേജ് കഴിഞ്ഞു. അതിനുശേഷം 9 വർഷം കാത്തിരിക്കുകയാണ് വീണ്ടും. ആദ്യത്തെ 10 വർഷത്തെ ജീവിതം എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ബാരൻനെസ് ലൈഫിൻ്റെ 10 ഇയേഴ്സ് ഓക്കെ, ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ അവർക്ക് തമ്മിൽ മനസ്സിലാകുന്നുവെങ്കിൽ യാതൊരു പ്രയാസവുമില്ല. പക്ഷേ അതിനുശേഷം ഒരു സെക്കൻഡ് വുമനൂടെ ആ കുടുംബത്തിലേക്ക് വന്ന് രണ്ടാമതായിട്ട് ഒരു ഭാര്യയും കൂടെ വരുമ്പോൾ 2 ഭാര്യയും ഒരു ഭർത്താവുമാകുകയും രണ്ടാമത് വിവാഹം കഴിഞ്ഞ സ്ത്രീ വളരെ പെട്ടെന്ന് തന്നെ കുഞ്ഞ് ലഭിക്കുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന ആദ്യ ഭാര്യയുടെ മാനസിക അവസ്ഥ അറിയണമെങ്കിൽ we have to wear the same shoe that she wore. ചിലർ പറയും നമുക്കത് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹം ഇടുന്ന ചെരുപ്പ്, ആ ഷൂ നീ ഇട്ടെങ്കിലേ നിന്റെ കാലിൻ്റെ വേദന തിരിച്ചറിയാൻ കഴിയുള്ളൂ. We have to go through the same situation, സെയിം പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ നാം കടന്നു പോകുമ്പോൾ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ അതിൻ്റെ പെയിൻ. 10 വർഷം കഴിഞ്ഞു, അടുത്ത 9 വർഷം എന്ന് പറയുന്നത് അതിനേക്കാൾ ഇരട്ടിയായിട്ടുള്ള പ്രത്യാഘാതങ്ങളിലൂടെ. ദൈവമേ, എന്നാണ് ഇതിനകത്ത് ആൻസർ? എന്നാണിതിന് അറുതി? എനിക്കൊരു കുഞ്ഞ് ലഭിക്കും? ആർക്കും പ്രവചിക്കാൻ കഴിയാതെ വർഷങ്ങളിങ്ങനെ പ്രൊലോങ് ചെയ്തു പോവുകയാണ്. പക്ഷേ ഓരോ വർഷവും നേരെ ഭയങ്കരമായ പ്രതിസന്ധിയോടുകൂടെയാണ് ഹന്നയുടെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടേയിരുന്നത്. നമ്മൾ പറയും മോക്കറി, കളിയാക്കൽ, പരിഹാസം, ബുള്ളിങ് ചെയ്യുക, നിന്ദിക്കുക, പബ്ലിക്കായിട്ട് എങ്ങും പോകാൻ കഴിയുകയില്ല, ഒരിടത്തും പോകാൻ കഴിയാതെ ഒഴിഞ്ഞൊഴിഞ്ഞ് മൂലയിൽ ഒതുങ്ങിക്കൂടുന്ന തരത്തിലുള്ള ധാരാളം പരിഹാസങ്ങൾ, ധാരാളം പ്രതിസന്ധികളിലൂടെയാണ് പിന്നെ ഹന്നയുടെ ജീവിതം കടന്നു പോകുന്നത്. ഭയങ്കര വഴക്കാണ് വീട്ടിൽ നടക്കുന്നത്, ഭയങ്കര പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത്. പീഡനമുണ്ട്, നിന്ദയുണ്ട്, പരിഹാസമുണ്ട്, പെനീനയുടെ കുത്തുവാക്കുകൾ, അപമാനം നിറഞ്ഞ വാക്കുകൾ. ഇതിൻ്റെ നടുവിൽ നിൽക്കുന്ന എൽക്കാനയുടെ ജീവിതം, ഫാമിലി, സൊസൈറ്റി, എല്ലാവരും തമ്മിൽ എല്ലായിടത്തിലും വളരെയേറെ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഈ ഓൾ ത്രൂ ദ ഇയേഴ്സ് ഹനയുടെ ജീവിതം പഠിച്ചാൽ, കോറൽ വിത്ത് പെനീന, 10 വർഷം കഴിഞ്ഞപ്പോൾ ശക്തമായ ഹനയും പെനീനയും തമ്മിലുള്ള വഴക്ക് നടന്നു. അതിനുശേഷം രണ്ടാമതൊരു ഭാഗം ശ്രദ്ധിക്കുമ്പോൾ ഹനയുടെ പിൽഗ്രീം കാണാൻ കഴിയും. തീർത്ഥാടനം ചെയ്യുകയാണ്. പലപ്പോഴും രക്ഷപ്പെടുവാനായിട്ട് അവൾ ഇവിടുന്ന് ഓടി തീർത്ഥാടനം ചെയ്യുന്നത് കാണാൻ കഴിയും. പിന്നെ എൽക്കാന ഇടയ്ക്കിടയ്ക്ക് രണ്ടിനെയും കളയാൻ കഴിയാതെ വണ്ണം എൽക്കാന ഹന്നയെ കുറേ കൂടെ സ്നേഹിച്ച് ആശ്വസിപ്പിക്കുകയാണ്. ഹന്ന, ഡോണ്ട് വറി, നീ വിഷമിക്കണ്ട, നിനക്ക് 10 മക്കൾക്ക് തുല്യമല്ലേ ഞാനെന്നൊക്കെ പറയുകയാണ്. ശരിയാണ്, ഭർത്താവും ചെയ്യാൻ അതേ കഴിയുന്നുള്ളൂ, 10 മക്കൾക്ക് തുല്യമാണെന്ന് പറഞ്ഞ് ചേർത്ത് നിർത്താൻ അദ്ദേഹം ശ്രമിക്കുകയാണ്. പിന്നെന്ന് പറയുന്നത് ഹന്ന പ്രാർത്ഥിക്കുന്നതാണ്. ഈ സ്ഥലമാണ് ഹന്നയുടെ ലൈഫിനെ നമ്മൾ ബ്രീഫായിട്ട് നോക്കിയാൽ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, എ പേഴ്സൺ ഓൾമോസ്റ്റ് ഡീക്കേ എന്ന് പറയത്തില്ലേ, ചീഞ്ഞ് നാറിയ സ്റ്റിങ്കിങ് അവസ്ഥയിലേക്ക് മാറി. ഒരു വ്യക്തിയുടെ ജീവിതം ഓൾമോസ്റ്റ് ചീഞ്ഞ് നാറി ഭയങ്കരമായ അനുഭവത്തിലേക്ക് കടന്നു പോകുന്ന ഒരു നിമിഷമാണ് ചീഞ്ഞ് നാറിയ ജീവിതാവസ്ഥയെന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. സ്റ്റിങ്കിങ് ആണ്, മണക്കാൻ കഴിയാത്ത നാറ്റം വമിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് ഹന്ന കടന്നു പോവുകയാണ്. അറിയാതെ പല പ്രാവശ്യം ഹന്ന ചോദിച്ചു, ഗോഡ്, വാട്ട് ഫോർ യു ഹാവ് ഗിവൺ ദിസ് വൂം? എന്തിനാണ് എന്നെ ഒരു സ്ത്രീയായി സൃഷ്ടിച്ചത്? എന്തിനാണ് എനിക്കിങ്ങനെ ഒരു ഗർഭപാത്രം തന്നത്? എന്താണ് ദൈവമേ, എനിക്കെന്തിനാ എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചതെന്ന് അറിഞ്ഞോ അറിയാതെയോ പല പ്രാവശ്യം ഹന്ന ദൈവവുമായിട്ട് ആർഗ്യൂ ചെയ്ത നിമിഷങ്ങളുണ്ട്. ആത്മഭാരം താങ്ങാൻ കഴിയാതെ മനസ്സിൻ്റെ വേദനകൾ അണപൊട്ടി ഒഴുകി തുടങ്ങിയപ്പോൾ വീട്ടിൽ ഗത്യന്തരമില്ല, കൂട്ടുകാരുടെ ഇടയിൽ പറ്റുന്നില്ല, ഒരു സൊസൈറ്റിയുടെ ഫംഗ്ഷനിൽ പോകാൻ പറ്റുന്നില്ല, എല്ലാ തലത്തും ആശ്രയമില്ലാതെ അഭയമില്ലാതെ മാറിയപ്പോൾ വീട്ടുകാർക്ക് വേണ്ട,
നാട്ടുകാർക്ക് വേണ്ട, സ്വന്തക്കാർക്ക് വേണ്ട, ആർക്കും വേണ്ടാത്തൊരു നിമിഷം ഉണ്ടായ നിമിഷം. ആ നിമിഷം ഹന്ന അഭയം തേടാൻ കണ്ട ഏക സ്ഥലമാണ് ആരാധനാലയം. യു ഗോട്ട് മൈ പോയിന്റ്? ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ, അപമാനത്തിൻ്റെയും നിന്ദയുടെയും വഴിയിൽ, ശക്തമായ വഴക്കും അധിക്ഷേപങ്ങളുടെയും നടയിൽ ആത്മഭാരം താങ്ങാനാകാതെ മനസ്സിൽ അണപൊട്ടി ഒഴുങ്ങിയപ്പോൾ അമ്മ നോക്കുന്നത് എന്നെ എങ്ങനെ, അപ്പൻ്റെ മുഖം എങ്ങനെയാണ്, സഹോദരങ്ങൾ എന്നെ എങ്ങനെയാണ് നോക്കുന്നത്, കുടുംബാംഗങ്ങൾ എങ്ങനെയാണ് നോക്കുന്നത്, ഇങ്ങനെ ആകപ്പാട് തകർന്ന് ജീവിതം അണപൊട്ടി ഒഴുകുന്ന സാഹചര്യം എത്തിയപ്പോൾ അഭയം തേടാൻ ഹന്ന കണ്ട ഏക സ്ഥലമാണ് ദൈവാലയം, ദ വർഷിപ്പ് സെൻറ്റർ, ടാബർനക്കിൾ. ദ വർഷിപ്പിംഗ് സെൻറ്ററാണ് ദൈവത്തിൻ്റെ മുമ്പിൽ ഹന്ന കണ്ട ഏക സ്ഥലം. ദൈവമേ ഹന്നയുടെ ഗർഭപാത്രം അടച്ചു. God shut down her womb. But Hannah എന്താ ചെയ്തത്? She did not shut down the door of the temple. യഹോവയായ ദൈവം അനുഗ്രഹത്തിൻ്റെ വാതിൽ അടച്ചു എന്ന് കേട്ടപ്പോഴും അവൾ മണിക്കൂറുകൾ താണ്ടിയിട്ട് ആലയത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് ആലയത്തിൻ്റെ വാതിൽ തട്ടി തുറന്ന് അകത്ത് കയറുന്നതാണ് കാണാൻ കഴിയുന്നത്. അനുഗ്രഹത്തിൻ്റെ വാതിൽ അടച്ചു എന്ന് കേട്ടപ്പോഴും ആലയത്തിൻ്റെ വാതിൽ തട്ടി തുറന്ന് അകത്ത് കയറി ആശ്വാസവും സമാധാനവും കണ്ടെത്തുവാനായിട്ട് ശ്രമിച്ചതാണ് വേദപുസ്തകത്തിലൂടെ നാം മനസ്സിലാക്കുന്നത്. ആത്മഭാരം ഇറക്കി വയ്ക്കുവാനുള്ള ഏക സ്ഥലം ദൈവാലയം മാത്രമാണ്. വേദനകൾ പകരുവാനുള്ള ഏക സ്ഥലം ദൈവാലയം മാത്രമാണെന്ന് ഹന്ന ജീവിതത്തിൽ തിരിച്ചറിഞ്ഞു. വേദനകൾ വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ, പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ, ശക്തമായ ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റടിക്കുമ്പോൾ ദൈവാലയത്തിലേക്ക് വന്ന് ആലയത്തിൻ്റെ വാതിൽ തട്ടി തുറന്ന് അകത്ത് കയറി ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുകയാണ്. അതിന് ഹന്ന താൻ ജീവിച്ചിരിക്കുന്ന ആ സ്ഥലത്തു നിന്നും റാമ എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള ഒരു യാത്രയുണ്ട്. രാമയിൽ നിന്നും ശിലോഹിലേക്കുള്ള യാത്ര. ബിറ്റ്വീൻ ദ ടു പ്ലേസ് എന്ന് പറയുന്നത് ആ വേദപുസ്തകത്തിൻ്റെ ആദ്യ വാക്യം മലയും കുന്നും നിറഞ്ഞ ഒരു സ്ഥലത്ത് നിന്ന് ദൈവാലയം എന്ന് പറയുന്ന ശിലോഹിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ടാബർനക്കിൾ, ഒരു സമാഗമന കൂടാരമെന്ന ടെമ്പററി ആരാധനാലയത്തിലേക്ക് വരാൻ ഹന്ന 24 കിലോമീറ്ററാണ് നടക്കേണ്ടത്. 16 മൈൽ. 24 കിലോമീറ്റർ നടക്കുമ്പോൾ പാലസ്തീൻ്റെ പശ്ചാത്തലത്തിൽ ഹോട്ട് വെതറാണെങ്കിൽ സ്വെറ്ററിംഗ് ആണ് വെതറാണ്, ഭയങ്കരമായ ചൂട്. തണുപ്പാണെങ്കിൽ അതികഠിനമായ തണുപ്പ്. പക്ഷേ ഹന്ന ഈ ദേവാലയത്തിലേക്ക് വരാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ഹിസ്റ്റോറിക്കൽ പഠനത്തിൽ ആ സീസൺ എന്ന് പറയുന്നത് കടുത്ത ചൂടുള്ള സമയം. 24 കിലോമീറ്ററുകൾ ബൈ വാക്ക്. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. 24 കിലോമീറ്റർ എന്ന് പറയുന്നത് ഒരു നീണ്ട ദൂരം കാൽനടയായിട്ട് യാത്ര ചെയ്യണം. കുന്നും മലയും ഇറങ്ങി യാത്ര ചെയ്യണം. ശക്തമായ ചൂടുള്ള ഒരു സമയത്ത് ഹന്ന വീട് വിട്ടിറങ്ങുന്നത് ദൈവാലയത്തെ ലക്ഷ്യം വെച്ചിട്ടാണ്. ദൈവാലയം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഷീലോഹിലേക്ക് വരികയാണ്. ഈ ഷീലോഹിലുണ്ടായ ദൈവാലയത്തെക്കുറിച്ച് പറയുന്നത് നാം മനസ്സിലാക്കുമ്പോൾ അന്നേരം ഹന്ന ഈ ദേവാലയത്തിലേക്ക് വരുന്ന സമയത്ത് ഈ ഷീലോഹിലെ ദേവാലയം എന്ന് പറയുന്ന ടാബർനക്കിളാണ്. യഹോവയായ ദൈവത്തിൻ്റെ പുറപ്പാട് സംഭവം. ജനത്തെ, ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്നും കനാൻ ദേശത്തിലേക്ക് പോകുന്ന യാത്രാമധ്യേ മോശയുടെ ലീഡർഷിപ്പ് കഴിഞ്ഞ് ജോഷുവ സെക്കൻഡ് ലീഡർഷിപ്പ് എടുത്തു കഴിഞ്ഞ് ആ എഫ്രൈമിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു മകൻ ഇങ്ങനെ സെക്കൻഡ് ലീഡർഷിപ്പ് എടുത്ത് പോകുന്ന വഴിയിലാണ് ജനമെല്ലാം തമ്പടിച്ചിരിക്കുമ്പോൾ ഈ യാത്രാമധ്യേ അവർക്കൊരു റെസ്റ്റിംഗ് പ്ലേസ് ഉണ്ട്. ആ സ്ഥലത്ത് അവർ വിശ്രമിക്കാനിരിക്കുമ്പോഴും ഒരു വലിയ ടാബർനക്കിൾ, ഒരു ആരാധനാലയം ഉണ്ടാക്കും. അവർക്ക് ആരാധിക്കാൻ വേണ്ടിയുള്ള ഒരിടമുണ്ട് അവിടെ. അങ്ങനെ താൽക്കാലികമായി ഉണ്ടാക്കിയ ഒരു സമാഗമന കൂടാരമാണ് ഈ ഷീലോഹിലുള്ളത് എന്നുള്ളത് യാഥാർത്ഥ്യം. ഹന്ന ഈ ആലയത്തിലേക്ക് ആരാധനയ്ക്കായി വരുമ്പോൾ ഷീലോഹ് എന്ന് പറയുന്ന ആ സ്ഥലത്ത് സ്ഥാപിച്ച ഈ സമാഗമന കൂടാരത്തിന് 369 വർഷം പഴക്കമുണ്ട്. 369 വർഷം പഴക്കമുള്ള ആ ഷീലോഹിലും ജീവിക്കുന്ന ദൈവമുണ്ടെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട്
അവൾ കുന്നും മലയും ഇറങ്ങി 24 കിലോമീറ്റർ നടന്ന് ആ ദേവാലയത്തിൻ്റെ വാതിലിലേക്ക് വന്നു. അനുഗ്രഹത്തിൻ്റെ വാതിൽ അടഞ്ഞു എന്ന് കേട്ടപ്പോൾ ഈ അനുഭവത്തിലൂടെ ദൈവാലയത്തിൻ്റെ വാതിൽ വന്നിട്ട് ആലയത്തിൻ്റെ വാതിൽ തട്ടിത്തുറന്ന് അകത്ത് കയറി ഒരിടത്തിരുന്ന് ശക്തമായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. മൈലുകൾ താണ്ടി, മണിക്കൂറുകൾ താണ്ടി, തകർന്നുടഞ്ഞ മാനസിക അവസ്ഥയിൽ ആലയം കണ്ട ഉടനെ തന്നെ അതിൻ്റെ വാതിൽ തട്ടിത്തുറന്ന് അകത്ത് കയറി ഹന്ന അവിടെ ഇരുന്ന് ചങ്ക് പൊട്ടി, മലയാളത്തിൽ പറഞ്ഞാൽ ഹന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു. ഈ പ്രാർത്ഥനയെക്കുറിച്ച് തിയോളജിയൻസ് റീറൈറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ചങ്ക് പൊട്ടി, ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു ഹന്നയുടെ പ്രാർത്ഥന. അതിനിങ്ങനെയാണ് പറയുന്നത്: ക്രൈയിങ് വിത്തൗട്ട് ടിയേഴ്സ്. കണ്ണുനീരില്ലാതെ കരയുന്നതിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ധാരാളം മക്കൾ കണ്ണുനീരില്ലാതെ കരയും. നമ്മൾ അടുത്തിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കുറേ നേരം നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന ആളാണ്, പള്ളിയിലിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് അയാൾ എന്താ ചെയ്യുന്നതെന്ന് പോലും അറിയാൻ കഴിയാതെ നമുക്കത് അതിശയോക്തി തോന്നും. പക്ഷേ ഉള്ളുമൊത്തവും കരയുകയാണ്. ഒരു തുള്ളി കണ്ണുനീര് പോലും പുറത്താരെയും കാണിക്കാതെ എത്രയോ മക്കൾ ഉള്ളിലിരുന്ന് കരയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിനെയാണ് പറയുന്നത് ക്രൈയിങ് വിത്തൗട്ട് ടിയേഴ്സ്, കണ്ണുനീരില്ലാതെ കരയുക എന്നുള്ളത്. നമ്പർ 2, പ്രേയിങ് വിത്തൗട്ട് വേർഡ്സ്. നമ്മൾ വിചാരിക്കും വാക്കുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് മാത്രമാണ് പ്രാർത്ഥന. നോ, വാക്കുകളില്ലാതെ പ്രാർത്ഥിക്കുന്നവരെ നിങ്ങൾക്ക് കാണാൻ കഴിയും. തട്ടി നോക്കുമ്പോൾ എന്താ, ഉറങ്ങുകയാണോ? അല്ല, അവർ വാക്കുകളില്ലാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. വാക്കുകളില്ലാതെ പ്രാർത്ഥിക്കുക. അവരുടെ വാക്ക് ആരെയും കേൾപ്പിക്കേണ്ട. അവർ പ്രാർത്ഥനയ്ക്ക് വിളംബരം ചെയ്യേണ്ട ആവശ്യമില്ല, അതര വ്യായാമം ചെയ്യേണ്ട ആവശ്യമില്ല. അവരുടെ വാക്കുകളെന്ന് പറയുന്നത് ആരും കേൾക്കാതെ വാക്കുകളില്ലാതെ പ്രാർത്ഥിക്കുകയാണ്. കണ്ണുനീരില്ലാതെ കരയുന്നു, വാക്കുകളില്ലാതെ പ്രാർത്ഥിക്കുന്നു. ദെൻ ദ തേർഡ് വൺ എന്താണെന്നറിയാമോ? ഓഫറിങ് വിത്തൗട്ട് ഓസ്പ്രിങ്. ഓഫർ ചെയ്യും. നമുക്കറിയാമോ, കാണിക്ക സഞ്ചി നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ, ദൈവമേ ഈ ഒരാഴ്ച കഴിഞ്ഞു, ഇന്ന് ആരാധനാലയത്തിലേക്ക് പോവുകയാണ്, എൻ്റെ കയ്യിൽ തത്വത്തിൽ ഒരു പണവുമില്ല എന്ന് പറയുമ്പം എൻ്റെ മുമ്പിൽ വരുന്ന കാണിക്കയുടെ മുമ്പിൽ ഞാൻ എന്ത് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞിട്ട് തുച്ഛമായ പൈസ ഇട്ടിട്ട് അപ്പാ ഇതൊരു 100 രൂപയായി കാണണമേ എന്ന് ഇടുന്നവരുണ്ട്. ചില സമയത്ത് നമ്മൾ പറയും എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പോൾ പള്ളിപ്പണിയുടെ സമയത്ത്, ഈ പള്ളിപ്പണിയുടെ സമയത്ത് ഓരോ കുടുംബത്തിനോടും ഓഫർ ചെയ്യാൻ പറഞ്ഞു. ഇന്ന കുടുംബങ്ങൾ ഓരോന്നോരോന്ന് ചെയ്യാൻ പറയുമ്പോൾ അവരുടെ ആ പള്ളിയിലിരുന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ, ഓരോരുത്തരുടെ ഡൊണേഷൻ പറയാൻ പറഞ്ഞപ്പോൾ എഴുന്നേറ്റ് പറഞ്ഞു. തിരിച്ച് വീട്ടിൽ വന്നിട്ട് അവർ പറയുകയാണ്, ഭാര്യയും ഭർത്താവും പറയുകയാണ്, നീ എന്ത് കണ്ടിട്ടാണ് ഈ ഡൊണേറ്റ് ചെയ്തത്? നമ്മുടെ കുടുംബത്തിൻ്റെ ബഡ്ജറ്റ് എത്ര രൂപയുണ്ട് നമ്മുടെ കയ്യിൽ? എന്ത് കണ്ടിട്ടാണ് നീ ഇത്രയും ഓഫർ ചെയ്തത് എന്ന് ചോദിച്ചു. അയ്യോ, എനിക്കറിയാം, ഒന്നുമില്ല എന്നറിയാം. പക്ഷേ എൻ്റെ കയ്യിൽ ഒന്നുമില്ല എങ്കിലും ഞാനത് ദൈവസന്നിധിയിൽ ഓഫർ ചെയ്യുകയാണ്. പ്രേയിങ് വിത്തൗട്ട് ടിയേഴ്സ്, വാക്കുകളില്ലാതെ, പ്രേയിങ് വിത്തൗട്ട് വേർഡ്സ്, ക്രൈയിങ് വിത്തൗട്ട് ടിയേഴ്സ്, ഓഫറിങ് വിത്തൗട്ട് ഓഫറിങ്. എന്താ ഹന്ന ചെയ്തെന്നറിയാമോ? ഹന്ന ദേവാലയത്തിലിരുന്ന് ദൈവത്തോട് നേർച്ച പറയുക. നേർച്ച പറഞ്ഞാൽ കൊടുക്കാൻ എവിടെയുണ്ട്? നേർച്ച പറഞ്ഞാൽ കൊടുക്കാൻ ഒന്നുമില്ല. യഹോവയായ ദൈവമേ, 19 വർഷമായിട്ട് മരവിച്ചിരിക്കുന്ന, ഡ്രൈ ആയിരിക്കുന്ന ഈ ബാരൻ വൂമ്പ് തുറന്ന് എനിക്കൊരു കുഞ്ഞിനെ തരികയാണെങ്കിൽ എനിക്ക് ആ കുഞ്ഞിനെ വേണ്ട, ഇസ്രായേലിൻ്റെ പൗരോഹിത്യത്തിന് വേണ്ടി ഞാൻ അവനെ കൊടുത്തോളാം. എനിക്ക് ആ കുഞ്ഞിനെ കൊണ്ട് ജീവിക്കേണ്ട, ആ കുട്ടിയെ എനിക്ക് വേണ്ട. പക്ഷേ ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി ഞാൻ അവനെ എറിഞ്ഞു കൊടുക്കും. ഇതിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, നേർച്ച നേരുമ്പോൾ, നിന്റെ ഗർഭത്തിൽ നിനക്കൊന്നുമില്ല, 19 വർഷമായിട്ട് നിനക്കൊരു പ്രതീക്ഷയുമില്ല, പിന്നെ എന്താ മോളെ നീ ഇത് ചെയ്തതെന്ന് ചോദിക്കുന്നൊരു നിമിഷമായിരിക്കും അത്. അതായിരുന്നു ഹന്ന ചെയ്തത്. ഹന്ന അങ്ങനെ ചെയ്തു. പ്രാർത്ഥിക്കുക വാക്കുകളില്ലാതെ. എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാക്കൾ വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾക്ക് ശേഷം രൂപാന്തരപ്പെട്ട ചർച്ചിൽ വന്നിരിക്കുന്ന ഓരോ മക്കളും യഹോവയായ ദൈവമേ ഓടി ആരാധനാലയം തേടി വന്നിട്ട് തട്ടിത്തുറന്ന് അകത്ത് കയറി ദൈവത്തോട് നിലവിളിക്കാൻ, ദൈവത്തോട് മുട്ടുമെന്ന് പ്രാർത്ഥിക്കുവാൻ. എന്താ സമ്മാനമായി കൊടുക്കാൻ ദൈവത്തിന്? പിടിയേരി. നിങ്ങൾ നമ്മുടെ സഭയുടെയൊക്കെ രജിസ്റ്റർ നോക്കണം, കുറച്ച് ബാക്കി നോക്കുമ്പോൾ അറിയാം പിടിയേരി. എന്താ പിടിയേരി? പിടിയേരി എന്ന് പറയുന്നത് കയ്യിൽ കാശിലിടാനായിട്ട്. പക്ഷേ എല്ലാ ദിവസവും
നമ്മുടെ വീട്ടിൽ കഞ്ഞി വയ്ക്കാനായിട്ട് അരി ഇടുമ്പോൾ അതിനകത്ത് ഓരോ പ്രാവശ്യവും അളന്നിടുന്ന അരിക്കകത്ത് ഒരു പിടിയെടുത്ത് മാറ്റിവെക്കുന്നതിനെയാണ് പിടിയരി എന്ന് പറഞ്ഞത്. കാണിക്ക പൈസ ഇടാനില്ലാതിരിക്കുമ്പോൾ പറങ്കുവാണ്ടിയായിരിക്കും, ഒരുപക്ഷെ കാഷ്യൂനട്ടായിരിക്കാം കിട്ടിയത്, അല്ലെ അവിടുന്നും ഇവിടുന്നും കിട്ടിയ സാധനങ്ങളായിരിക്കും കിട്ടിയത്. ഇതെല്ലാം നേർച്ചകളായി കാഴ്ചകളായി കൊണ്ടുവയ്ക്കുകയാണ്. ഞങ്ങൾക്കൊന്നും തരാനില്ല, പക്ഷേ ഞങ്ങൾക്കിതൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നൽകുകയും കൊടുത്തുമാണ് ഈ സഭയും ഈ സമൂഹവും വളർന്നതെന്ന് നാം ചിന്തിക്കണം എന്നത് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ആശ്രയം തേടി, അഭയം തേടി ആലയത്തിനകത്ത് കയറി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രാർത്ഥന ശക്തമായിരിക്കുമ്പോൾ ഒരാൾ ചുണ്ടനങ്ങുന്നില്ല, ഒരാൾ കരയുന്നില്ല, ഒരാൾ സംസാരിക്കുന്നില്ല. എന്താ ഈ ലേഡിക്ക് സംഭവിച്ചിരിക്കുന്നത്? പുരോഹിതൻ അവിടെ നിന്ന് നോക്കിയപ്പോൾ ആ സ്ത്രീയെ ഒരു വ്യത്യസ്തയായി കണ്ടു. ഉടനെ തന്നെ പുരോഹിതൻ എടുത്ത വാക്ക് പറഞ്ഞെന്താണെന്നറിയാമോ? പുതുവീഞ്ഞ് കുടിച്ചിട്ട് ഇൻടോസിക്കേറ്റഡ് ആയിട്ട് ലഹരി പിടിച്ച് ഇരിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. നീ ലഹരിയിലായിരിക്കുകയാണോ എന്ന് ചോദിച്ചു. 24 കിലോമീറ്റർ നടന്ന് കുന്നും മലയും ഇറങ്ങി ഏകദേശം 19ഓളം വർഷം മക്കളില്ലാത്ത പീഡനം അനുഭവിച്ച് സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും നാടിൻ്റെയും കൂട്ടുകാരുടെയും നിന്നയും പരിഹാസവും അനുഭവിച്ച് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അവസാനമായി ആശ്രയം തേടി വന്ന ദൈവാലയത്തിനകത്ത് കയറിയിരുന്ന ഒരു നിമിഷം പ്രാർത്ഥിച്ചപ്പോൾ, നീ പുതുവീഞ്ഞിരി കുടിച്ചിരിക്കുകയാണോ? നിങ്ങൾ നോക്കാം മനസ്സ് ഈ അവസ്ഥ. ആരാധനാലയം പരിഹാസത്തിനുള്ള ഒരിടം ആകരുത്. ആരാധനാ കേന്ദ്രങ്ങളെ പരിഹാസത്തിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റരുത്. നിനക്കെങ്ങനെ അറിയാം ഞാൻ എന്തവസ്ഥയിലാണ് വന്നിരിക്കുന്നതെന്ന്? ആരാധനാ കേന്ദ്രങ്ങൾ ഗോസിപ്പിനുള്ള സ്ഥലമല്ല. ആരാധനാ കേന്ദ്രങ്ങൾ മറ്റവരുടെയും കുറവും കുറ്റവും കണ്ടുപിടിക്കാനുള്ള സ്ഥലമല്ല. മലയാളത്തിൽ പറഞ്ഞാൽ കൊതിയും നുണയും പറയുവാനുള്ള സ്ഥലമല്ല, പരിഹസിക്കാനുള്ള സ്ഥലമല്ല, വാശിയും വൈരാഗ്യവും തീർക്കാനുള്ള സ്ഥലമല്ല, അടിക്കാനും പിടിക്കാനുമുള്ള സ്ഥലമല്ല ദൈവാലയങ്ങൾ. ദൈവാലയങ്ങൾ ചുമടുതാങ്ങികളാണ്. ദൈവാലയങ്ങൾ ചുമടിറക്കാനുള്ള ഒരു സ്ഥലമാണ്. ദൈവാലയത്തിൻ്റെ അൾത്താരകളും മേശകളുമെല്ലാം ചുമടിറക്കി വയ്ക്കുവാൻ ഉള്ള ഒരു സ്ഥലമാണെന്ന് ഒരിക്കലും മറന്നു പോകരുത്. ചുമടുതാങ്ങികളായ അൾത്താരകളാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. കിലോമീറ്ററുകളായി നടന്ന് വരുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, കുറച്ച് നാൾക്ക് മുമ്പ് നരിമാമോടോട്ട് നടന്നു പോകുന്ന സമയത്ത് ഒരു നീണ്ടൊരു കല്ലിരിപ്പുണ്ട്. 2 കല്ലിൻ്റെ മേൽ ഒരു വലിയ കല്ലെടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്നറിയാമോ? എത്രയോ മലക്കറികളും കൃഷി സാധനങ്ങളുമായി ആ ദേശത്തു നിന്നുണ്ടാക്കിയ സ്ഥലങ്ങളിൽ നിന്നുണ്ടായി ടൗണിലേക്ക് തല ചുമന്നുകൊണ്ട് വരുന്ന മക്കൾ 2-3 കിലോമീറ്റർ കഴിയുമ്പോൾ ആരും ഇറക്കി വയ്ക്കാനും തലയ്ക്കെടുത്ത് വയ്ക്കാനുമില്ല. ആ 2 കല്ലുണ്ട്, അതിലേക്ക് ഇറക്കി വയ്ക്കും. അതിനെയാണ് നമ്മൾ പറയുന്നത് ചുമട് താങ്ങിയെന്ന്. അൾത്താരകൾ ചുമട് താങ്ങിയെന്നുള്ളൊരു ബോധം സഭയ്ക്ക് നഷ്ടമാകരുത്. ഒരാഴ്ചത്തെ ഭാരം ഇറക്കി വയ്ക്കുവാനാണ് ജനങ്ങൾ ഇവിടെ വരുന്നത്. ഒരാഴ്ചത്തെ ഭാരം ഇറക്കി വയ്ക്കാൻ വരുന്ന സ്ഥലമാണെന്ന് നമുക്കെല്ലാവർക്കും ബോധ്യമാകണം. ഒരാഴ്ചക്കാലം ജീവിക്കാനുള്ള എനർജി സ്വീകരിക്കുവാനായ ഊർജം സ്വീകരിക്കാനുള്ള സ്ഥലമാണ് വന്നത്. അടുത്ത ഒരാഴ്ച ദൈവമേ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയാൻ കഴിയുകയില്ല. പക്ഷേ ഇന്നത്തെ പ്രാർത്ഥനയും ആരാധനയും കഴിഞ്ഞ് ഒരു പുതിയ ശക്തിയോടും ഒരു പുതിയ ഊർജത്തോടും ഞാൻ പോകാൻ വരുമ്പോൾ പുതിയ ഊർജം സംഭരിക്കാൻ വരുന്ന സ്ഥലം. തളർന്നും തകർന്നും വന്നവർ തൻ്റെ ചുമടിറക്കി വയ്ക്കുവാൻ വരുന്ന സ്ഥലം. സഭയുടെ ശുശ്രൂഷകൾ അതിനു വേണ്ടിയാണ് എന്നുള്ളത് ബോധ്യപ്പെടണം. ഒരു കാരണവശാലും സഭയിലേക്ക് വരുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തെ അസ്വസ്ഥനാക്കി ഭാരപ്പെടുത്തി വിടാനല്ല. അവൻ കരയുവാൻ വന്നെങ്കിൽ അവൻ കരയട്ടെ, അവൻ്റെ ഭാരം ഇറക്കി വയ്ക്കാൻ വന്നെങ്കിൽ അവൻ ഇറക്കി വയ്ക്കട്ടെ. അവൻ കുരിശ് ഇറക്കി വയ്ക്കാനാണ് വരുന്നത്. ഞാനും നിങ്ങളും അവന് കുരിശ് കൊടുത്തു വിടരുത്. ഇടവകയുടെ ശുശ്രൂഷയിലൂടെ ഞാനും നിങ്ങളും അത് ചെയ്താൽ നാളെ ഈ ഇരിക്കുന്ന കസേരയിൽ എൻ്റെയും നിങ്ങളുടെയും തലമുറ ഉണ്ടാകുമെന്ന് സ്വപ്നം പോലും വിചാരിക്കണ്ട. ആൾക്കാർ പറയും ചരിത്രത്തിൽ ഭയങ്കര മിടുക്കനായിരുന്നു, വലിയ പട്ടക്കാരനായിരുന്നു, വലിയ സഭാ നേതൃത്വത്തിലുള്ള ഭയങ്കരമായ പ്രവർത്തിച്ച ആളായിരുന്നു. അവൻ്റെ മക്കളെവിടെ, സഹോദരങ്ങളെവിടെ, തലമുറ എവിടെ എന്ന് നാം അറിയാതെ ചോദിച്ചു പോകും. അവളത് കേട്ടുടനെ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ അലറിക്കരഞ്ഞു പോയി. യഹോവയായ ദൈവമേ, ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത ഈ മാനസിക അവസ്ഥയിൽ എൻ്റെ വേദന പറയുമ്പോൾ ഒരു പുരോഹിതനിൽ നിന്നും
പുരോഹിതൻ്റെ വാക്കിൽ നിന്ന് ഞാൻ പുതിയ വീഞ്ഞ് കുടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ പൊട്ടിക്കരയുകയാണ്. വാക്കുകൾ ക്രമേണ കണ്ണുനീരുകളായി മാറി, കണ്ണുകൾ അടച്ച് ഹൃദയം തകർന്നിട്ട് അവൾ ദൈവത്തോട് പ്രാർത്ഥന പകർന്നു എന്നുള്ളതാണ്. സപ്ലിക്കേഷൻ എന്നാണ് പറയുന്നത്. പ്രാർത്ഥന പകർന്നു. പ്രാർത്ഥനകൾ യാചനകളായി, യാചനകൾ കണ്ണുനീരും വേദനകളുമായി, എന്നിട്ടത് ദൈവത്തോട് പകർന്നു. പ്രേയിങ് ആൻഡ് സപ്ലിക്കേഷൻ എന്ന് പറയും. അനുഗ്രഹത്തിൻ്റെ വാതിൽ അടഞ്ഞു എന്ന് കേട്ടപ്പോഴും ആലയത്തിൻ്റെ വാതിൽ തുറന്നകത്ത് കയറി. പെനീനയുമായിട്ടുള്ള വഴക്കും കുടുംബത്തിൻ്റെ പ്രതിസന്ധിയും ധാരാളം ഉണ്ടായപ്പോഴും, ദൈവമേ, ഞാൻ വന്നത് ഈ ദേവാലയത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാനാണ്. ഭർത്താവ് എൽക്കാന നല്ലവനാണ്, ഒരു പക്ഷേ 10 മക്കൾക്ക് ഞാൻ തുല്യനല്ലേ എന്ന് പറഞ്ഞതിനെ ആശ്വസിപ്പിച്ചതിലും തെറ്റൊന്നുമില്ല. പക്ഷേ ഭർത്താവിൻ്റെ ആശ്വാസത്തേക്കാൾ അപ്പുറമായ യഹോവയായ ദൈവത്തിൻ്റെ ആശ്വാസം, യേശുക്രിസ്തുവിൻ്റെ ആശ്വാസം എനിക്ക് കിട്ടാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. പ്രതികാരത്തിൻ്റെ പ്രാർത്ഥനയേക്കാൾ പ്രതിസംസ്കാരത്തിൻ്റെ പ്രാർത്ഥന ഹന്ന ചെയ്തു. നിങ്ങൾക്കറിയാമോ, ഹന്നയോട് ഏലി പുരോഹിതൻ ഇവിടെ നിന്നുകൊണ്ട് നീ പുതിയ വീഞ്ഞ് കുടിച്ചതാണോ എന്ന് ചോദിച്ചപ്പോൾ ഹന്നയ്ക്ക് വേണമെങ്കിൽ എഴുന്നേറ്റ് എന്ന് പറയാം, ഏലി പുരോഹിത, നിന്റെ 2 മക്കളും എന്താ ചെയ്തു? ഇവിടെ നേർച്ചകളും കാഴ്ചകളും കൊണ്ടുവരുന്ന നേർച്ച സാധനങ്ങൾ കൊണ്ടുവയ്ക്കുമ്പോൾ ആ നേർച്ച സാധനങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോയി തിന്നുന്നു, ദുർമാർഗികളായി ജീവിക്കുന്നു. നാളെ ഏലിക്ക് ശേഷം ആ കുടുംബത്തിൽ നിന്നും പുരോഹിതന്മാരായിട്ട് വരേണ്ട 2 ആൺകുഞ്ഞുങ്ങളിൽ ആ 2 മക്കളുടെ അവസ്ഥ എന്താണ്? നീ ആദ്യം നിന്റെ കുടുംബത്തെ നന്നാക്കാൻ നിനക്ക്, അതിനുശേഷം നീ എന്നോട് ഇത് സംസാരിക്കാൻ. ഹന്നയ്ക്ക് ഇന്ന് ഹന്നയാണെങ്കിൽ, ഹന്നമാരാണെങ്കിൽ പറയും. അവൾ ഒരൊറ്റ അക്ഷരം മിണ്ടിയില്ല. പ്രതികാരത്തിൻ്റെ ഇടമല്ല പള്ളി. പ്രതിസംസ്കാരത്തോടുകൂടി അവൾ പറഞ്ഞു, പുരോഹിതനെ, യജമാനെ, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചു പോയി. ഞാൻ അങ്ങനെയുള്ള ഒരു സ്ത്രീയല്ല. ദാറ്റ്സ് ഓൾ. നിങ്ങളെന്നെ തെറ്റിദ്ധരിച്ചു പോയി. ഞാൻ അങ്ങനെയുള്ള സ്ത്രീയല്ല. ഇനി അത് റിസർച്ച് എടുത്തിട്ട് ഞാൻ അങ്ങനെയാണോ ഇങ്ങനെയാണെന്നോ കാണിക്കാനൊന്നും പോയില്ല. അവളുടെ വേദന ഇങ്ങനെ പറഞ്ഞുള്ളൂ, ഞാൻ അങ്ങനെയുള്ള ഒരു സ്ത്രീ അല്ല എന്ന് മാത്രം പറഞ്ഞു. പ്രതിസംസ്കാരത്തിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഹന്ന, നമ്മളെല്ലാം പറയുന്നത് ഹന്ന പ്രാർത്ഥിച്ചത് മൊത്തവും അവൾക്കൊരു മക്കൾ ലഭിക്കാനാ. അതൊന്നുമല്ല. ഹന്ന പ്രാർത്ഥിച്ചത് ഇതേ ഉള്ളൂ, യഹോവയായ ദൈവമേ, ഇസ്രായേലിൻ്റെ ചരിത്രത്തെ കാണുമ്പോൾ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ പുരോഹിതന്മാർ, ഇസ്രായേലിനെ മുമ്പോട്ട് നയിക്കേണ്ടത് പുരോഹിതന്മാരാണ്. ശരിയാ. പുരോഹിതന്മാരായി വിളിക്കപ്പെട്ടവർ, ദൈവജനത്തെ മുമ്പോട്ട് നയിക്കേണ്ടവർ, തലമുറയായിട്ട് അവരുടെ തലമുറ ഇത്രമാത്രം ഏലിക്ക് ശേഷം നഷ്ടപ്പെട്ടു പോയാൽ ഇസ്രായേലിൻ്റെ പൗരോഹിത്യത്തിന് വന്ധ്യത ബാധിച്ചു. ഇതാ പറയേണ്ടത്. ദ ഹോൾ പ്രീസ്റ്റ്ലി ഹുഡിന് ബാരൻനെസ് ഉണ്ടായി. നമ്മളെല്ലാം പറയും, പുരോഹിതന്മാരെ കുറ്റം പറയും. ഓ, അയാൾ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഇഷ്ടമാണ്. ചോദിക്കട്ടെ, നിങ്ങളെത്ര പുരോഹിതന്മാരെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വിട്ടു? നമ്മളെത്ര പേരെ ചെയ്യാനായിട്ട് ശ്രമിച്ചു? നമ്മൾ ഓരോ ശുശ്രൂഷ ചെയ്യുമ്പോഴും, സൺഡേ സ്കൂളിനായാലും എല്ലാ സംഘടനകൾ ചെയ്യുമ്പോഴും ധാരാളം കുറ്റം പറയാൻ നമുക്ക് കാണും. മക്കളെ, നീ എന്ത് ചെയ്യുന്നു? അതിനകത്ത് ഒരു വേതനവുമില്ല. നിന്റെ മക്കൾ വന്ന് ഇത്രയും വേല ചെയ്യുമ്പോൾ മാനുഷികമായ തെറ്റോ കുറ്റവും കാണാം. നിനക്ക് ചെയ്യാനുള്ളത് നീ ചെയ്യുക എന്നുള്ളതല്ലാതെ മറ്റുള്ളവരെ വിമർശിക്കാനും അതിൻ്റെ തെറ്റ് തിരുത്താനും മാത്രം ശ്രമിക്കാനല്ല. തിരുത്തണം, ഹെൽത്തിയായിട്ട് തിരുത്തണം, അതൊരു സംശയവുമില്ല. ഹന്ന മനസ്സിലാക്കിയത് ഇസ്രായേലിൻ്റെ പൗരോഹിത്യത്തിന് വന്ധ്യത ബാധിച്ചു. ഇസ്രായേലിൻ്റെ പൗരോഹിത്യത്തിന് വന്ധ്യത ബാധിച്ചു. പക്ഷേ ഞാനും ഒരു വന്ധ്യതയായ സ്ത്രീയാണ്. പക്ഷെ ഞാൻ വന്ധ്യതയായ സ്ത്രീയാണെങ്കിൽ പോലും ഇവിടെ ധാരാളം മക്കളുള്ള സ്ത്രീകളുണ്ടായിട്ടും കുടുംബങ്ങളുണ്ടായിട്ടും അവരൊരാൾ പോലും അവരുടെ കുഞ്ഞുങ്ങളെ ഇസ്രായേലിൻ്റെ പൗരോഹിത്യത്തെ പുഷ്പിക്കാനായിട്ട് കൊടുക്കാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ മനസ്സിൽ ഇഷ്ടപ്പെട്ടത് ഞാനാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്, ഐ എം ഓൾസോ ബാരൻ വുമൻ. അതുകൊണ്ട് അവളിങ്ങനെ പറഞ്ഞുള്ളൂ, യഹോവയായ ദൈവമേ, എൻ്റെ അടച്ച ഗർഭപാത്രം തുറന്നിട്ട് ഇസ്രായേലിൻ്റെ പൗരോഹിത്യത്തിൻ്റെ അടച്ച അനുഭവം മാറി നല്ല മക്കളെ തരണം. ഒറ്റ പ്രാർത്ഥന അവൾ ചെയ്തു. എനിക്ക് വേണ്ട. നിങ്ങൾ നോക്ക്, ജനിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ശമൂവേലിനെ ദേവാലയത്തിലേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് ഹന്നയും എൽക്കാനയും പോയി. ശേഷം ഹന്നയ്ക്ക് ആൺമക്കളുമുണ്ട്, പെൺമക്കളുമുണ്ട്. 4ഓളം കുഞ്ഞുങ്ങളുണ്ടായി. ഹന്നയുടെയും എൽക്കാനയുടെയും ജീവിതത്തിന് വേണ്ടി ആ മക്കൾ സഹായിച്ചു. പക്ഷേ ദൈവത്തോട് ചോദിച്ചത് സ്വന്തമാക്കാനല്ല, ദൈവ ശുശ്രൂഷയുടെ മുഖത്ത് അനുഗ്രഹീതമായ പട്ടക്കാർ രൂപപ്പെടാനായിട്ടാണ്
അവൾ ചോദിച്ചത്, അവളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. അതാണ് പ്രതിസംസ്കാരത്തിൻ്റെ ശുശ്രൂഷ. ഇത്രയും കഴിഞ്ഞ ഉടനെ തന്നെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ഗോഡ് ഷട്ട് ഡൗൺ ഹെർ ഊം എന്ന് പറഞ്ഞെങ്കിൽ 1-ാമത്തെ അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം തീരുമ്പോൾ ഗോഡ് റിമെമ്പേർഡ് ഹെർ, യഹോവ അവളുടെ ഗർഭം അടച്ചു എങ്കിൽ അതേ യഹോവയായ ദൈവം അവളെ ശിലോഹിൽ വെച്ച് ഓർത്തു. ആമേൻ, സ്തോത്രം. എൻ്റെയും നിങ്ങളുടെയും ആരാധനയുടെയും ശുശ്രൂഷയുടെയും ജീവിതത്തെയും കണ്ടിട്ട് യഹോവ നമ്മെ ഓർക്കുന്ന നിമിഷമുണ്ടായിരിക്കണം. യഹോവ അവളെ ഓർത്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഗ്യാപ്പ് മനസ്സിലായോ? എൻ്റെ യഹോവയായ ദൈവം എൻ്റെ ഗർഭപാത്രം അടച്ചു എങ്കിൽ ഇനി ഒരു ദിവസം പോലും ഞാൻ പള്ളിയിലുമില്ല, കൂട്ടായ്മയിലുമില്ല, ആരാധനാലയിലുമില്ല എന്നും പറഞ്ഞു പള്ളി അടച്ചിട്ട് വീടിനടച്ച് മുറിക്കകത്ത് കിടക്കാനല്ല അവൾ പഠിച്ചത്. വലിച്ചെറിയുന്നുണ്ടായിരിക്കാം, പിഴുതുകളയുമായിരിക്കാം, പക്ഷേ സ്പ്രൗട്ട് ചെയ്യുന്നത് എവിടെയാണെന്നറിയാമോ? യഹോവയായ ദൈവമാണ് അവിടെ തളിർപ്പിക്കുന്നത്. നയമാൻ്റെ വീട്ടിൽ വന്ന ബാല്യക്കാരത്തിയായ ഒരു പെൺകുഞ്ഞുണ്ട്, അവളുടെ പേരറിഞ്ഞൂടാ. പക്ഷേ ഇസ്രായേലിൻ്റെ ബാല്യക്കാരത്തിയായ ഒരു പെൺകുഞ്ഞ്, നയമാൻ്റെ യുദ്ധം നടന്ന പരാക്രമശാലിയായ നയമാൻ നാട് യുദ്ധം ചെയ്തതിന് ശേഷം ആ യുദ്ധഭൂമിയിൽ യുദ്ധം ചെയ്ത് തോറ്റു കഴിഞ്ഞാൽ ആ നാടിനെ കൊള്ളയടിച്ചിട്ട് പോകും. ആ കുഞ്ഞിൻ്റെ അപ്പ മരിച്ചോ അമ്മ മരിച്ചോ എന്നറിഞ്ഞുകൂടാ. പക്ഷേ കൊള്ളയടിക്കാൻ ശ്രമിച്ചപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കൊച്ചു പെൺകുട്ടി നിൽക്കുക. പെട്ടെന്ന് പട്ടാളത്തിൻ്റെ മേലുദ്യോഗസ്ഥനായിരിക്കുന്ന അരാം രാജാവിൻ്റെ സേനാപതിയായ നയമാൻ കണ്ടപ്പം തോന്നി, ഈ പെൺകുഞ്ഞിനെ കൊണ്ടുപോയാൽ എൻ്റെ ഭാര്യയ്ക്ക് വേലക്കാരിയാക്കി മാറ്റാം, മെയ്ഡാക്കി മാറ്റാം. ഉടനെ തന്നെ അവളെ പൊക്കിയെടുത്തുകൊണ്ട് പോയി. അയ്യോ, എനിക്ക് പറ്റിയയില്ല എന്ന് കരയാൻ പറ്റുകയില്ല. നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന നാടിൻ്റെ ഭാഷ അറിഞ്ഞൂടാ, ആരാധനാലയം അറിഞ്ഞൂടാ. അവളെ പിഴുതു എടുത്തുകൊണ്ട് പോയി, അപ്രൂട്ട് ചെയ്ത് നമ്മൾ പറയും, വലിച്ചു പിഴുതുകൊണ്ട് പോയി ആ വീട്ടിൽ കൊണ്ടിട്ടു. ദൈവമേ, ആ കുഞ്ഞിന് ഇസ്രായേലിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു കുഞ്ഞാണ്. ഇസ്രായേലിൻ്റെ ദൈവവചനവും പഠിച്ചു വളർന്നൊരു കുഞ്ഞാണ്. ആരാധനാലയമില്ല, പ്രാർത്ഥനകളില്ല, ദൈവത്തെ അറിയാൻ കഴിയുന്നില്ല. ആ വീട്ടിലൊരു പ്രായം ചെന്ന സ്ത്രീക്ക് വേലക്കാരിയായിട്ടൊരു പെൺകുഞ്ഞ് വീട്ടിൽ നിൽക്കുക. കുറേ ദിവസം കഴിഞ്ഞ ഉടനെ യജമാനത്തിയുടെ മുഖം വാടി. വാട്ട് ഹാപ്പൻ? മിസ്ട്രസിനോട് ചോദിക്കുകയാണ്, എന്താ സംഭവിച്ചത്? ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഈസ് അഫക്റ്റഡ് വിത്ത് ലെപ്രസി. കുഷ്ഠരോഗം എൻ്റെ ഭർത്താവിനെ ബാധിച്ചു. കുഷ്ഠരോഗം ബാധിച്ചാൽ എന്ത് ചെയ്യണം? പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. പരസ്യമായ പുരോഹിതൻ്റെ അടുത്ത് വന്ന് ഇവന് കുഷ്ഠരോഗമാണെന്ന് പറഞ്ഞ നിമിഷം പാളയത്തിന് പുറത്ത് പിന്നെ ഭാര്യയോ വീടോ മക്കളോ ഇല്ല. എന്നെങ്കിലും കുഷ്ഠരോഗം അവിടുന്ന് പാളയത്തിന് പുറത്ത് കിടക്കുന്നത് സൗഖ്യപ്പെട്ടാൽ വന്നു നോക്കിയതിന് ശേഷം പുരോഹിതൻ പറഞ്ഞെങ്കിൽ മാത്രമേ പിന്നെയും ഈ കമ്മ്യൂണിറ്റി വരാൻ കഴിയുള്ളൂ. ഒരു കുടുംബം പിച്ച് ചിന്തുകയാണ്. ഈ പെൺകുട്ടിക്ക് വേണേൽ ചിന്തിക്കാം, ഓ, യജമാനത്തിയുടെ ഭർത്താവിന് കുഷ്ഠരോഗം ബാധിച്ചല്ലേ. കുറച്ച് ദിവസം കഴിയുമ്പോൾ യജമാനത്തിക്കും കുഷ്ഠം. ഇന്ന് നിൻ്റെ ഭർത്താവിന് കുഷ്ഠം, കുറച്ച് ദിവസം കഴിയുമ്പം നിനക്കും കുഷ്ഠം. ഇസ്രായേലിൻ്റെ കുടുംബത്തിൽപ്പെട്ട എന്നെ വലിച്ചു പറിച്ചു കൊണ്ടുവന്ന് ഇവിടെ നട്ടില്ലേ, നീ പിഴുതെറിഞ്ഞുകൊണ്ട് വന്നില്ലേ? അതുകൊണ്ട് ദൈവം തന്ന ശിക്ഷയാണെന്ന് ഈ കുട്ടിക്ക് പറയാം. ഈ കുട്ടി സൺഡേ സ്കൂൾ പഠിച്ച കുട്ടിയാണെങ്കിൽ 100-ന് 100 മാർക്ക് സ്നേഹത്തെക്കുറിച്ചും ക്ഷമയെക്കുറിച്ചും എഴുതിയപ്പോൾ മാർക്ക് കിട്ടി. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ ക്ഷമിക്കാനും സ്നേഹിക്കാനും സ്വഭാവം വന്നിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പെൺകുട്ടി എന്ത് ചെയ്തെന്നറിയാമോ? അവളെ വലിച്ചു പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നെങ്കിലും പിഴുതെറിഞ്ഞ് കളഞ്ഞെങ്കിലും അവൾ പറയുകയാണ്, യജമാനത്തി നീ ഭാരപ്പെടേണ്ട, ഒരു പ്രവാചകനുണ്ട്, അവൻ്റെ അടുത്തേക്ക് പോയാൽ മതി. ഞാനൊരു ഗോസ്പൽ സുവാർത്ത പറയാം. നിന്റെ ഭർത്താവ് എന്ന് പറയുന്ന യജമാനൻ ആ പ്രവാചകൻ്റെ അടുത്ത് പോയാൽ അവൻ്റെ കുഷ്ഠം മാറും. കൃത്യമായ സമയത്ത് ആ സ്ത്രീ, ആ പെൺകുഞ്ഞ് ഗോസ്പൽ സംസാരിച്ചു. കാരണം ആ കുഞ്ഞ് വേദപുസ്തകത്തിലൂടെ വളർന്ന പെൺകുട്ടിയാണ്. അവളായിരിക്കുന്ന കുടുംബത്തിൽ ചെന്ന് കയറി ഉടനെ തന്നെ എന്നോട് ഇങ്ങനെ പെരുമാറിയാൽ എൻ്റെ അമ്മായിമ്മ തകരണം, എൻ്റെ അമ്മായിപ്പൻ തകരണം, എൻ്റെ സിബിളിങ് നശിക്കണം എന്നുള്ളതല്ല അവൾ ചിന്തിച്ചത്. അവൾ വേദപുസ്തക അടിസ്ഥാനത്തിലൂടെ ആ കുടുംബത്തെ രൂപപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഞാനും നിങ്ങളും വിചാരിക്കും, ഒരുവനെ വലിച്ചു കളയുമ്പോൾ, ഒരുവനെ പിഴുതെറിഞ്ഞ് കളയുമ്പോൾ, ഒരുവനെ പള്ളിയിൽ നിന്ന് മാറ്റിക്കളയുമ്പോൾ, ഒരു സമുദായത്തെ വലിച്ചെടുത്ത് കളയുമ്പോൾ നമ്മളൊന്നും വിചാരിക്കരുത് നമ്മൾ വിജയിച്ചു എന്ന്. ഇല്ല, അപ്രൂട്ടഡ് യെറ്റ് സ്പ്രൗട്ട്. ഹന്ന തെളിയിച്ചു തന്നു. അത് 10-ാമത്തെ അധ്യായത്തിൻ്റെ 19-ാം വാക്യമായപ്പോൾ അവളെ യഹോവ ഓർത്തു. യഹോവ ഓർത്തതിന് ശേഷം നിങ്ങൾ നോക്ക്, ഏലി പുരോഹിതൻ പറയുകയാണ്,
യഹോവയായ ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, നീ അനുഗ്രഹിക്കപ്പെട്ടവൾ. അല്പം മണിക്കൂറുകൾ മുമ്പ് പറഞ്ഞത് എന്താണെന്നറിയാമോ? നീ പുതുവീഞ്ഞു കുടിച്ചിരിക്കുന്ന മദ്യപാനി എന്ന് പറഞ്ഞെങ്കിൽ നിന്നെ തള്ളിപ്പറഞ്ഞവന്റെ അതേ നാവ് കൊണ്ട്, അതേ പുരോഹിതനെ കൊണ്ട് യഹോവയായ ദൈവം പറയിപ്പിച്ചില്ലേ നീ അനുഗ്രഹിക്കപ്പെട്ടവളെന്ന്? അതായിരിക്കണം സഭയുടെ വിശ്വാസ സമൂഹത്തിൻ്റെ ചിത്രം. കുറച്ചുകൂടെ കഴിയുമ്പം നമ്മൾ ഇതിനേക്കാൾ വളരും, നമ്മൾ ഇതിനേക്കാൾ ഉയരും, യാതൊരു സംശയവുമില്ല. പക്ഷേ ഞാനും നിങ്ങളും വന്ന വഴികളെക്കുറിച്ച് മറക്കണ്ട. എൻ്റെയും നിങ്ങളുടെയും ഒന്നുമല്ല ഈ ദേവാലയം. ഈ ദേവാലയം ഒരു ആരാധനാലയം, ഇതൊരു ഓപ്പൺ ചർച്ച് ഫോർ ഓപ്പൺ വേൾഡ്. ഇത് നേമം പള്ളിക്ക് വേണ്ടിയൊന്നുമല്ല. നേമം പള്ളിയിലെ ജനങ്ങൾക്ക് ഇവിടെ വന്നിരിക്കാൻ ഒരുപക്ഷെ പറ്റുകയില്ല, ആരാധിക്കാൻ സമയം കിട്ടുകയില്ല. ഞാൻ പറയട്ടെ, ഇന്ന് 100, 200, 300 പേര് ഇവിടെ നമ്മൾ ഒരു ഞായറാഴ്ച വന്ന് 300 പേര് ആരാധിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഞാൻ പറയുന്നു, ഈ ഞായറാഴ്ച മുതൽ വരുന്ന ഞായറാഴ്ച വരെ 1000 പേര് ഈ വഴിയെ പോയി ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് പോകുന്നു. അത്രയും മാത്രം നിങ്ങൾ ഓർത്താൽ മതി. നിങ്ങൾ കഷ്ടപ്പെട്ട് 300 പേര് വന്നിട്ട് ഈ ബെഞ്ചിലിരുന്ന് ദൈവമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ ഞങ്ങൾ 300 പേരിരുന്ന് ഇവിടുന്ന് പ്രാർത്ഥിക്കുകയാണെന്ന്. ഈ ഞായറാഴ്ച മുതൽ അടുത്ത ഞായറാഴ്ച വരെയും ഈ ഹൈവേയിലൂടെ പോവുകയും വരികയും ചെയ്യുന്ന ഒരു പക്ഷേ 1000 പേരായിരിക്കും ദൈവമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വഴി പോകുന്നത്. ആമേൻ, സ്തോത്രം. ആ ഒരു ബോധ്യം മാത്രം മതി. ആ ഒരു ബോധ്യമുണ്ടെങ്കിൽ യഹോവയായ ദൈവം നമ്മെ ഓർക്കും. നിൻ്റെ പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനയുടെ പ്രതിസംസ്കാരത്തിൻ്റെ പ്രാർത്ഥന മനസ്സ് തകർന്നപ്പോൾ യഹോവയായ ദൈവം നമ്മെ ഓർത്തു. അതുകൊണ്ട് ചിയറപ്പ് എന്ന് പറയും നമ്മൾ, അല്ലേ? സന്തോഷിക്കാൻ പറയും. ദൈവം ഓർത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളിങ്ങനെ നിൽക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം നമ്മളെ എത്ര പ്രാവശ്യം ഓർത്തെന്നറിയാമോ? നമ്മൾ ചെയ്ത പ്രവൃത്തിയും, നമ്മൾ ചെയ്ത ശുശ്രൂഷയും, നമ്മുടെ കുടുംബം ചെയ്ത ശുശ്രൂഷയും, നമ്മുടെ പേരൻസ് ചെയ്ത ശുശ്രൂഷയും യഹോവയായ ദൈവം ഓർത്തു. കഷ്ടപ്പെട്ട് സൈക്കിളിൽ ഇവിടെ വരെ വന്നെങ്കിൽ ദൈവമായ കർത്താവെ അടുത്ത തലമുറ ബൈക്കിൽ ഇവിടെ കൊണ്ടുവന്നു, അതിൻ്റെ അടുത്ത തലമുറ 4 വീലറിലൂടെ കൊണ്ടുവന്നു. യഹോവ ഓർത്തില്ലേ നമ്മളെ? കഷ്ടപ്പെട്ട് സൈക്കിളിലെങ്കിലും നടന്നെങ്കിലും ഈ പള്ളിയിൽ വരാനായിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദൈവം ആ തലമുറയെ ഓർത്തു, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ആത്മാർത്ഥമായി ദൈവാലയത്തിൽ വരുമ്പം പ്രാർത്ഥിക്കാനുള്ള ഇടം, ആരാധിക്കാനുള്ള ഇടം, ദൈവത്തോട് അപേക്ഷിക്കുവാനുള്ള ഇടം, സംസ്കാരം തീർക്കുവാൻ അല്ല ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. നിന്ദിക്കാനും വഴക്കു പറയാനും ഒന്നുമല്ല നമ്മളിവിടെ വരുന്നത്. ഇതെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. എവരിബഡി ഹാസ് ക്രിയേറ്റഡ് ഗാഡ്സ് ഇമേജ്, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഒന്നിനെപ്പോലും നമുക്ക് മാറ്റി നിർത്താൻ നമുക്ക് അവകാശവുമില്ല. നമ്മുടെ ഫെലോഷിപ്പുകളും കൂട്ടായ്മകളിലുമൊക്കെ തിരിച്ചു വരണം, മടങ്ങി വരണം. നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഏലി ഉണ്ടാകാം, ധാരാളം പേരുണ്ടാകാം. ഞങ്ങളെല്ലാവരും ആരും തന്നെ പെർഫെക്റ്റ് ഒന്നും അല്ല അതിനകത്ത്. പക്ഷേ യഹോവയായ ദൈവം നമ്മെ ഓർക്കുവാൻ നാം എന്ത് ചെയ്യണമെന്ന് ഹന്നയുടെ ജീവിതത്തിലൂടെ ഹന്ന പഠിപ്പിച്ചു. അതുകൊണ്ട് പ്രതിസന്ധിയും പ്രയാസവും വരുമ്പോൾ, ഒന്ന് തളർത്തുമ്പോൾ, ഒന്ന് ഉലയ്ക്കുമ്പോൾ, ഒന്ന് ഓടിച്ചു കളയുമ്പോൾ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കാനല്ല. എല്ലാ പ്രതിസന്ധിയുടെ നടുവിലും ദൈവമേ ഞാൻ നിൻ്റെ ശുശ്രൂഷയ്ക്കായി വരും, യാതൊരു സംശയവുമില്ല. നമ്മുടെ സഭയെക്കുറിച്ചൊന്നും നിങ്ങൾ അത്ര ആത്മഭാരത്തോടെ അയ്യോ മഹാടപക അങ്ങനെ ആയല്ലോ ഒന്നും നിങ്ങൾ ഭാരപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പീഡനവും പ്രയാസമൊന്നും നിങ്ങൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നാം ചെയ്യേണ്ട പ്രവൃത്തി നാം ശക്തമായി ചെയ്യുമ്പോൾ ദൈവമാണതെല്ലാം തിരഞ്ഞെടുക്കുന്നത്. ഞാൻ പലപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ടല്ലോ, റോമിനെ നീറോ ചക്രവർത്തിമാർ ശക്തമായിട്ട് റോമിൽ ക്രിസ്ത്യാനികളെ കത്തിക്കരിച്ച നാടാണ്. എന്താ ചെയ്യുന്നറിയാമോ? വൈകുന്നേരത്ത് പാർട്ടി കൂടുവാൻ, സമ്മേളനം കൂടുവാനായിട്ട്, പാർട്ടി മീറ്റിംഗ് അല്ല, അവർ തിന്നുകുടിച്ച് ആഹ്ലാദിക്കാനായിട്ടുള്ള പാടി കൂടുന്ന സമയങ്ങളിൽ വിളക്കില്ല, അവിടെ ഇലക്ട്രിസിറ്റി ഇല്ല. ആ സമയത്ത് അവരെന്താ ചെയ്യുന്നതെന്നറിയാമോ? അവർ ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട് തുണി ചുറ്റിയിട്ട് അതിനകത്ത് എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ ഒരു 10, 20, 50 എണ്ണത്തിനെ ഇങ്ങനെ കുത്തി നിർത്തും. കമ്പിൽ പോലും നിർത്തേണ്ട ആവശ്യമില്ല കേട്ടോ. ആ സ്ഥലത്ത് നീ നിൽക്കണം, ഓരോരുത്തർക്ക് സ്ഥലം കൊടുക്കും. തുണി ഇങ്ങനെ ചുറ്റി അടി മുതൽ മേൽ വരെ ചുറ്റി എണ്ണയും ഒഴിച്ചിട്ട് പാർട്ടി തുടങ്ങുന്ന സമയത്ത് തീ കത്തിക്കും. വിളക്കുകളായി പന്തങ്ങളായി എരിയിക്കുകയായിരുന്നു ഓരോ നീറോ ചക്രവർത്തിമാരും. 32ാമത്തെ നീറോ ചക്രവർത്തി വന്നപ്പോൾ, കോൺസ്റ്റൻ്റൈൻ വന്നപ്പോൾ, യഹോവയായ ദൈവം കോൺസ്റ്റൻ്റൈൻ ചക്രവർത്തിയിലൂടെ പ്രവർത്തിച്ചതെന്താണെന്ന് അറിയാമോ?
ഈ കത്തിക്കരിഞ്ഞുപോയ ചാമ്പലായി മാറിയ ക്രൈസ്തവ സമൂഹങ്ങൾ ചാമ്പലായെങ്കിൽ റോമിനെ ദൈവം കീഴടക്കി. ഇന്ന് നമ്മൾ പറയും പോപ്പ് റോമിലാണ്. ഇറ്റലി, ഇത്രയും അധികം പ്രഗത്ഭമായ നാടിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പം ഇന്ന് കാതോലിക്ക സഭകളൊക്കെ ഓർക്കുന്ന ശക്തമായ സഭയുടെ ആസ്ഥാനമെന്ന് പറയുമ്പോൾ, ശക്തമായ സഭയുടെ ആസ്ഥാനം ഉണ്ടായത് എന്താണെന്നറിയാമോ? ശക്തമായ ഒരു ക്രിസ്ത്യാനികളുടെ ചാമ്പലിൽ നിന്നാണ് ഉണ്ടായത്. അതുകൊണ്ട് ആ ഒരു ബോധ്യത്തോടു കൂടെ എനിക്കും എൻ്റെ കുടുംബത്തിനും എന്താണോ ദൈവമേ ചെയ്തത് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് എൻ്റെ യഹോവയായ ദൈവത്തിൻ്റെ ആലയത്തിൽ ഞാൻ പോകും. എൻ്റെ വേദനയുടെയും പ്രയാസങ്ങളുടെയും പറയാനുള്ള ഒരിടത്ത് ഞാനത് പറയും. ഞാൻ എൻ്റെ സഹപ്രവർത്തകരുമായി, കുടുംബങ്ങളുമായി സന്തോഷത്തോടെ പോകും. അങ്ങനെ സന്തോഷമായി പോകാൻ ഇടയാകട്ടെ. ഇതങ്ങനെ കാണാവൂ. ഒരു കാരണവശാലും അങ്ങനെ മറ്റു തരത്തിൽ കാണുകയേ വേണ്ട. എൻ്റെ അമ്മയ്ക്ക് നിൻ്റെ അമ്മയിലുള്ള വിശ്വാസം, നിൻ്റെ വലിയമ്മയിലുള്ള വിശ്വാസം നിനക്ക് ഒരിക്കലും ഇല്ലാതെ പോകരുത്. അതുമാത്രമേ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞുള്ളൂ. നിൻ്റെ അമ്മയിലുള്ള വിശ്വാസമുണ്ട്. തിമോഥെയോസിനോട് പറയുന്നതാ, നിൻ്റെ വലിയമ്മ ലോവിസിലും നിൻ്റെ അമ്മ യൂനിക്കയിലുള്ള വിശ്വാസം നിനക്കും ഉണ്ടായിരിക്കണം. ആ വിശ്വാസമുള്ള ഒരു സമൂഹമായി, ആ പ്രത്യാശയുള്ള സമൂഹമായി, ഒരു ആരാധനാ സമൂഹമായി 2025 സർവ്വതും മറന്ന് തിരിച്ചു വരുവാൻ ദൈവം തമ്പുരാൻ ഈ ആലയത്തിൽ സർവ്വജനത്തിനും കഴിയട്ടെ. നിങ്ങൾക്കായി കരുതിയ അനുഗ്രഹങ്ങൾ വാങ്ങിക്കുവാൻ നമ്മൾ ഒരിക്കലും തടസ്സമാകരുത്. നമ്മൾ എത്രമാത്രം അനുഗ്രഹം അടച്ചു എന്ന് പറഞ്ഞാലും ഞാൻ ഈ ആലയത്തിൻ്റെ വാതിൽ തട്ടിത്തുറന്ന് അകത്ത് കയറും. ദൈവത്തോട് ഞാൻ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥിക്കുന്ന നിമിഷമായിരിക്കും യഹോവ എന്നെ ഓർക്കുന്നത്. ആ ഒരു ഓർമ്മ, യഹോവ എന്നെ ഓർത്തു എന്ന വ്യക്തമായ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ച ഈ മണ്ണാണ്, ഈ പാഴ്സനേജാണ്. ഞങ്ങൾക്കതേ പറയാനുള്ളൂ, എനിക്കതേ പറയാനുള്ളൂ, നമുക്ക് ഓരോ കുടുംബത്തിനും അതേ പറയാനുള്ളൂ. അങ്ങനെ നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് പറയാം. എഴുന്നേറ്റ് നിൽക്കാം. പ്രാർത്ഥനയ്ക്കായിട്ടുള്ള ലാസ്റ്റ് ക്ലോസിംഗ് അവസാനത്തെ പാട്ട് 254. ഓക്കെ, 254 രക്ഷക നിന്നാട് ഞങ്ങൾ. ഭാഗ്യ
യേശുദേവാ യേശുനാഥ സ്നേഹം കാണിച്ചോ നീയേ. യേശുദേവാ യേശുനാഥ സ്നേഹിക്കണം എന്നുമേ. പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ പാട്ടിൽ ഈ പാട്ടുകാരൻ എഴുതിയതുപോലെ തെറ്റിപ്പോയപ്പോൾ ഞങ്ങളെ ചേർത്ത് നിർത്താൻ ദൈവമേ, നീ ഞങ്ങളുടെ രക്ഷകനായി സ്നേഹിതനായി അലഞ്ഞു തിരിഞ്ഞു പോയ ഒരാടിനെ കണ്ടെത്താനായി മൈലുകളും മണിക്കൂറുകളും താണ്ടി ഞങ്ങളെ തിരിച്ചു കൊണ്ടുവന്ന കർത്താവാകയാൽ സ്തോത്രം. അപ്പാ, പല പ്രാവശ്യം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വേദനകളുടെയും ഭാരങ്ങളുടെയും സങ്കടങ്ങളുടെയും നടുവിൽ അറിയാതെ അപമാനത്തിൻ്റെയും നിന്ദയുടെ മധ്യേ ഞങ്ങൾ ഒറ്റപ്പെട്ടു പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. വീടിനകത്ത് കതകടച്ചിരുന്ന സാഹചര്യങ്ങളുണ്ട്. ഒരു മനുഷ്യൻ കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ദൈവമേ അവരെ ഞങ്ങളുടെ മക്കളെക്കുറിച്ച് ചോദിക്കല്ലേ എന്ന് പറഞ്ഞ് ഓടിപ്പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. ദൈവമേ ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അവർ ചോദിക്കല്ലേ എന്ന് പോലും ആഗ്രഹിച്ചിട്ടുണ്ട്. ആ സമയത്തെല്ലാം കർത്താവെ അനുഗ്രഹത്തിൻ്റെ വാതിലടഞ്ഞെന്ന് കേട്ടപ്പോഴും ഞങ്ങൾ കർത്താവെ നടന്ന് രാത്രിയും പകലുമില്ലാതെ ഈ ആലയത്തിൻ്റെ വാതിൽ തട്ടി തുറന്ന് അകത്ത് കയറി ദൈവമേ ഞങ്ങൾ വിളിച്ച വിളി ഞങ്ങളുടെ അപ്പൻ കേട്ടതിനായിട്ട് നന്ദിയോടെ പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ ശബ്ദം കേട്ടതിനായിട്ട് സ്തോത്രം. ഞങ്ങളെ ആരൊക്കെ നിന്ദിച്ചോ പരിഹസിച്ചോ അവരുടെ നാവിൽ കൊണ്ട് തന്നെ യഹോവയായ ദൈവം നിന്നെ അനുഗ്രഹിച്ചുവല്ലോ, യഹോവ നിന്നെ ഓർത്തുവല്ലോ എന്ന് പറയിപ്പിച്ച ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് ഞങ്ങളായിരിക്കുന്നതപ്പാ. അറിവില്ലായ്മ കൊണ്ട് ഞങ്ങൾ അകന്നുപോയെങ്കിൽ ക്ഷമിക്കണമേ പിതാവേ. അറിവ് കൂടി കർത്താവെ ഞങ്ങൾ അങ്ങേ ചെറുതാക്കിയെങ്കിൽ പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. കൂടപ്പറപ്പുകളെയും കൂട്ടുകാരെയും സഹോദരങ്ങളെയും കുടുംബ ബന്ധങ്ങളെയും കർത്താവെ ഞങ്ങൾ തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പാ, ഞങ്ങൾ കാണുന്ന സഹോദരനെ സ്നേഹിക്കാതെ എങ്ങനെ ഞങ്ങൾക്ക് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയും? ഈ ദേവാലയം ആയിരക്കണക്കിന് മക്കൾ ഓരോ ആഴ്ചയും പോകുമ്പോഴപ്പാ, അറിയപ്പെടാത്ത അജ്ഞരായ മക്കൾക്ക് കർത്താവേ യഹോവയായ ദൈവമേ എന്ന് വിളിച്ചു പോകുന്ന, യേശുവേ എന്ന് വിളിച്ചു പോകുന്ന ഒരു ഇടമാ പിതാവേ. എത്രയോ മക്കൾക്ക് കർത്താവേ സാക്ഷ്യം പറയാനുണ്ടപ്പാ. ദൈവമായ കർത്താവേ, ടൗണിലേക്ക് പോകുമ്പോൾ, സിറ്റിയിലേക്ക് പോകുമ്പോൾ, ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി പോകുമ്പോൾ, ഒരു ജോലിക്ക് വേണ്ടി പോകുമ്പോൾ, ഒരു ആശുപത്രിയിലേക്ക് പോകുമ്പോൾ, മെഡിക്കൽ കോളേജിലേക്ക് പാഞ്ഞു പോകുമ്പോൾ, ആംബുലൻസുകളിൽ കർത്താവേ അവസാനം യാത്ര ചെയ്യുമ്പോൾ മണിക്കൂറുകൾ മിനിറ്റുകൾ മാത്രമുള്ളൂ എന്ന് പറഞ്ഞ് കർത്താവെ അതിനകത്തിരുന്ന മക്കളെ നോക്കിയിട്ട് അവരുടെ കർത്താവെ ബൈസ്റ്റാൻഡേഴ്സ് അറിയാതെ ഈ പള്ളി കണ്ടിട്ട് എൻ്റെ യേശുവേ സൗഖ്യം തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു പോയിട്ടുണ്ടപ്പാ. ചികിത്സ കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ ഈ പള്ളി ദൈവമേ ഞങ്ങൾക്ക് കരുതിയല്ലോ എന്നോർത്ത് യേശുവിനെ വിളിച്ചു പോയിട്ടുണ്ട് പിതാവേ. സ്തോത്രം. അത്രയ്ക്ക് കർത്താവെ പവർഫുള്ളായിട്ട് ഒരു ദേവാലയം വളർത്തിയെടുക്കുവാൻ, കർത്താവ് ഇതിൻ്റെ പ്രാർത്ഥനയുടെ ശക്തി വർദ്ധിപ്പിക്കുവാൻ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ മക്കളും അവരുടെ കർത്താവ് മനസ്സിൻ്റെ അഴുക്കുകളെ കളഞ്ഞപ്പാ, ചിന്തകളെ കളഞ്ഞപ്പാ, പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് അപ്പാ ഞാൻ മുഖാന്തരം ഒരു വ്യക്തിയുടെ പോലും അനുഗ്രഹത്തിന് തടസ്സമാകരുതെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ സഹായിക്കണമെന്ന് യാചിക്കുന്നു. ശുശ്രൂഷകർക്കായി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, ഞങ്ങളെല്ലാവരെയും കാത്തുകൊള്ളണമേ അപ്പാ. ഈ ആലയത്തിലെ ആരാധനയിൽ കർത്താവ് ഈ ആരാധനയിൽ വന്ന എല്ലാ മക്കളെയും നീ അനുഗ്രഹിച്ചു പറഞ്ഞു വിടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പാ. ആത്മഭാരത്തോടെ കണ്ണുനീരില്ലാതെ കരഞ്ഞവരും വാക്കുകളില്ലാതെ പ്രാർത്ഥിച്ചവരും നൽകാൻ ഒന്നുമില്ലാതെ നേർച്ച പറഞ്ഞു പോകുന്ന ഈ മക്കളെ ഓർക്കുന്ന ദൈവം തമ്പുരാൻ ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടുന്ന് നൽകിയ കൃപകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ യഹോവ ഓർത്ത അനുഭവം ഞങ്ങൾക്ക് കർത്താവെ മണിക്കൂറുകൾ പറയാൻ കിടക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഈ ആലയത്തെ അവിടുന്ന് ശുദ്ധീകരിച്ച് വെടിപ്പാക്കി കർത്താവെ നിർമ്മലമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങളുടെ പിതാക്കന്മാരുടെയും അമ്മമാരുടെയും വിയർപ്പും അവർ ഭസ്മമായി കത്തിക്കരിഞ്ഞ കർത്താവെ ഈ മണ്ണിൽ ദൈവമേ സുവിശേഷത്തിൻ്റെ ശക്തവും ധീരവുമായ മക്കളായി മാറുവാൻ സഹായിക്കണമേ. പ്രതികൂലങ്ങളെ കണ്ട് ഭയന്നു പോകാതെ, പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ അടച്ചു വീട്ടിലിരിക്കാതെ അനുകൂലമാക്കുന്ന ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ജീവിക്കാനുള്ള ആത്മീയമായി യാത്ര ചെയ്യാനുള്ള കൃപ സഭയ്ക്ക് തന്നാട്ട് പിതാവേ. ബലഹീനനായി ഞങ്ങളെല്ലാവരും കർത്താവെ നിന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചു പോകുമ്പോൾ ബലവാനായ ദൈവം തമ്പുരാൻ പുതിയ ശക്തിയോടും ബലത്തോടും കൂടെ അടുത്ത ഞായറാഴ്ച ഈ ദേവാലയത്തിനകത്ത് വരുന്നത് വരെയും യഹോവ ഓർത്തു എങ്കിൽ അത്ഭുതങ്ങൾ നടക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളുവിൻ. സമാധാനത്തോടെ ലോകത്തിലേക്ക് പുറപ്പെട്ടു പോകുവിൻ. ധൈര്യപ്പെടുവിൻ. തീയതിനെ വെറുത്ത് നല്ലതിനെ മുറുകെ പിടിപ്പേൻ. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ തമ്മിലും എല്ലാവർക്കും എപ്പോഴും നന്മ ചെയ്യുവേൻ. ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവേൻ. ബലഹീനരെ താങ്ങുവേൻ.
കഷ്ടപ്പെടുന്നവരെ സഹായിപ്പീൻ, എല്ലാവരെയും ബഹുമാനിപ്പീൻ. പരിശുദ്ധാത്മ ശക്തിയിൽ ആനന്ദിച്ചുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുവിൻ. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിൽ ഉണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ.